നമ്മളെപ്പോഴും ഈ വിദ്യാർത്ഥികളുടെ മത്സരാർത്ഥികളുടെ ടെൻഷനെ കുറിച്ചൊക്കെ ആലോചിക്കാറുണ്ട്. കാര്യം വേദിയിൽ കയറുന്ന കുട്ടികൾക്ക് അവരുടെ മാനസികാവസ്ഥ ഒരു 5ാം ഉത്സവം അവരുടെ മനസ്സിൽ നടക്കുമെന്നുള്ള സത്യമാണ്. പക്ഷേ ഈ 14 ജില്ലകളിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു വന്ന ഈ കുട്ടികളെ ജഡ്ജ് ചെയ്യുന്ന വിധികർത്താക്കളുടെ മനസ്സ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാനൊക്കെ ഈ കലോത്സവ വേദിയിൽ പലപ്പോഴും ജഡ്ജായിരുന്നിട്ടുണ്ട്. കാരണം ഒപ്പത്തിനൊപ്പം എന്നൊക്കെ നമ്മൾ കേട്ടുകേഴ്വിയുള്ള കാര്യമാണ്. എന്നാൽ സ്റ്റേജിൽ നമ്മൾ വേദിയിൽ കാണുന്നത് ഒപ്പത്തിനൊപ്പം മത്സരിക്കുന്ന പ്രതിഭയുടെ മാറ്റുരയ്ക്കുന്ന കുട്ടികളെയാണ്. അപ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും. കാര്യം ഇവർക്ക് ഒരു മത്സരത്തിൽ എന്തെങ്കിലും തെറ്റിപ്പോയാൽ അടികൊണ്ട് ഷേപ്പ് മാറും. അപ്പോൾ അത് മാത്രമല്ല, പോയി പഠിക്കാൻ പറ്റില്ല. അത്ര കൂടുതൽ കുട്ടികളും മത്സരാർത്ഥികളും രക്ഷകർത്താക്കളും PTA ഭാരവാഹികളും പിന്നെ രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും മന്ത്രിമാരും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഭയങ്കര ടെൻഷനാണ്. കാര്യം ഇവർ ടെൻഷൻ്റെ പിച്ചാത്തി മുനയിൽ ഇരുന്ന് ചെയ്യുന്ന ജോലിയാണ് വിധി നിർണ്ണയം. വേദി 1 കുച്ചിപ്പുടി മത്സരം അവസാനിച്ചു. ജഡ്ജസ് തിരക്കിലാണ്. വിധി നിർണ്ണയം തകൃതിയിൽ. 103 A grade, 104 A grade, 105 A grade, 106 A grade. ഇത് കഴിഞ്ഞിട്ട് വേണം തിരുവാതിര തുടങ്ങാൻ. തിരുവാതിര ജഡ്ജസ് തയ്യാർ. അങ്ങനെ വിധിയും പറഞ്ഞ കുച്ചിപ്പുഴി ജഡ്ജസ് വേദി വിട്ടു. വിധി നിർണയ വേദിയിലേക്ക് തിരുവാതിര ജഡ്ജസ് എത്തി. ശേഷം സംഘാടക സമിതി അംഗങ്ങളുടെ വരവാണ്. അവരെത്തി ജഡ്ജസിന്റെ ബാഗ് വാങ്ങി മാറ്റിവെച്ചു. എല്ലാം ഓക്കെ അല്ലേ എന്നുറപ്പാക്കി വേദി വിട്ടു. വേദിയിൽ മംഗമാരങ്ങനെ നിറഞ്ഞാടുന്നു. ജഡ്ജസ് സീരിയസ് ആണ്. താളം, ഭാവം, ചുവട് അങ്ങനെയെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു. പറഞ്ഞു വരുമ്പോൾ തോന്നും ജഡ്ജായിരിക്കുന്നത് എളുപ്പമുള്ള പരിപാടിയാണെന്ന്. എന്നാൽ അങ്ങനെയല്ലെന്നാണ് ഒപ്പന, ദഫ്മുട്ട് തുടങ്ങിയ മത്സര ഇനങ്ങളിലെ ജഡ്ജിന് പറയാനുള്ളത്. കുട്ടികൾ മത്സരവേദികളിൽ സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഒരു 10 ടീം വരികയാണെങ്കിൽ ആ 10 ടീമിനെ അതിൽ നിന്ന് നമ്മളൊരു 1ാം സ്ഥാനം നമ്മൾ തിരഞ്ഞെടുക്കണം. അതുപോലെ 2ാം സ്ഥാനം. ഇത് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മുടെ സർക്കാരിൻ്റെ, അതായത് സ്കൂൾ മാനുവലിൽ പറഞ്ഞിട്ടുള്ള നിയമാവലികൾ നമ്മൾ ശ്രദ്ധിച്ച് അത് നമുക്ക് അറിഞ്ഞിരിക്കണം. അത് നിയമപ്രകാരം നമ്മൾ അതിൽ മാർക്ക് എഴുതണം. എന്തായാലും സംഗതി വിചാരിച്ചത്ര എളുപ്പമല്ല. കുട്ടികളുടെ ടെൻഷൻ എല്ലാവർക്കും അറിയാം. ജഡ്ജസിന്റെ ടെൻഷൻ ആരറിയാൻ? 24 കൊല്ലം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.